ഈ പത്മാവതി പത്മാവതി എന്ന പേര് കേട്ട് എന്റെ തല ചെകിടടിച്ച് നിൽക്കുക. അവളെ ഇതിനകത്ത് എങ്ങനെ വെച്ച് കണ്ട ആലുവ മണപ്പുറത്ത് ശിവരാത്രിക്ക് കണ്ട ഭാവം പോലും ഞാൻ കാണിക്കില്ല. അത്രയ്ക്ക് ഉറപ്പും വെറുപ്പും എനിക്ക് അവളെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവളൊരു നികൃഷ്ടയാ. നാട്ടുംപുറങ്ങളിലേക്ക് എപ്പോഴും ഉണ്ട്, മീൻ ചന്തകളും ഉണ്ട്. എന്റെ ചേച്ചിമാരോട് ഇങ്ങോട്ട് ഒരുങ്ങി വന്നു കഴിഞ്ഞാ പിന്നെ ഇതൊരു മീൻചന്ത തന്നെയാ. അത് രണ്ടേ മാരക വിഷജന്തുക്കളാ. 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ചീറ്റിയാ മതി, നമ്മൾ ചത്തുപോകും. അവളൊരു പാവാണല്ലേ. അവന്റെ വാമഭാഗം എന്തത് ചന്ദനയോ? ചന്ദനവും കർപ്പൂരൊന്നും അല്ല, നന്ദന. എന്ത് കുന്തെങ്കിലും ആവട്ടെ. അവനവളെ വിളിക്കുന്നതേ നന്ദൂന്ന. അതൊരു പശുവിന്റെ പേരല്ലേ? പശുവിനെ പോലെ പാവായിട്ട് നടക്കുന്നതാ. ചിലപ്പോ സ്വഭാവം കാട്ടുപോത്തിന്റെ ആയിരിക്കും. ആ ബഗൻ അനന്തംപിള്ളയുടെ മോളല്ലേ രാജവെമ്പാലയുടെ കുഞ്ഞ്. മഞ്ഞച്ചേരയോ നീർക്കോലിയോ ഒന്നും ആവില്ലല്ലോ. അതെ അതെ. ഈ അനന്തംപിള്ളി അമ്പികേച്ചും ദീപകം കൂടി ഒത്തുകൊണ്ടുള്ളൊരു ഏർപ്പാടാന്നാ എനിക്ക് തോന്നുന്നത്. അതിന് യാതൊരു സംശയം വേണ്ട. അല്ല ശേഖരേട്ടാ, ഇന്ന് വരുന്ന ഗസ്റ്റുകളോടൊക്കെ രാജു എന്ത് ഫംഗ്ഷൻ എന്നാ പറയാൻ പോകുന്നത്? അത് രഹസ്യമാ. അവനതേ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എന്നാ ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. എന്നോട് പറയ് ശേഖരേട്ടാ. പെണ്ണുങ്ങളുടെ രഹസ്യങ്ങളൊന്നും പറയാൻ പാടില്ലെന്നാ മുതിർന്നവര് പറയുന്നേ. പക്ഷേ എന്റെ ഭാര്യ എനിക്ക് വിശ്വാസമാ, അതുകൊണ്ട് ഞാൻ പറയാം. അത് എന്റെ ചെവിയിൽ പറഞ്ഞാ മതി. അതിനെന്താ, ഇവിടെ എങ്ങും ആരും ഇല്ലല്ലോ. അതെ, ഇവിടുത്തെ തൂണുകൾക്ക് പോലും ചെവിയുണ്ട്. ആ ചെവിയൊക്കെ അമ്പിയ ചേച്ചിയുടെ. രാജുവിന്റെ പ്ലാൻ എന്താന്ന് എന്റെ ചെവി പറഞ്ഞാ മതി. അത് കൊള്ളാലോ ചെറുക്കന്റെ ബുദ്ധി. അപാരം തന്നെ. അമ്പിയ ചേച്ചി ഇനിയിപ്പോ എന്ത് ഭാര്യയും കൊണ്ടാണോ വരാൻ പോകുന്നത്? പാരയോ ഓലക്കോ എന്തു വേണമെങ്കിൽ കൊണ്ടുവരട്ടെ. നമ്മളൊക്കെ ഇവിടെ ഇല്ലേ യാമിനി? ആ കുട്ടിയെ നാണം കെടുത്തായിരുന്നാ മതിയായിരുന്നു. മോളുടെ കാര്യം ആലോചിക്കുമ്പോ വലിയ സങ്കട. മോളൊരമ്മയാവാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയതല്ലേ? അതെ ശേഖരേട്ടാ, അവള് വല്ലാതെ തകർന്നു പോയി. ആ കുട്ടിക്ക് മാത്രം ഒരിക്കലും ഒരു സമാധാനം ഇല്ലല്ലോ ദൈവമേ. എന്തായാലും നീ വാ. നീ റെഡിയായോ പ്രതാപ? അങ്ങനെ പ്രത്യേകിച്ച് റെഡിയാവാൻ എന്തിരിക്കുന്നു ചേച്ചി? എന്തായാലും ഈ ഇല്ലാത്ത ഫംഗ്ഷൻ ഉണ്ടാക്കി നടത്തുന്നത് ഈ വീട്ടിൽ വെച്ചല്ലേ ചേച്ചി? അതിന് ഈ വേഷമൊക്കെ പോരെ? ഇത് തന്നെ ധാരാളോ. ചത്ത് കടന്നാലും ചമഞ്ഞു കിടക്കണമെന്നാ പഴമൊഴി. ഞാനിത്തിരി നല്ല വേഷമൊക്കെ ധരിക്കും. അത് പിന്നെ പണ്ട് മുതലേ എൻ്റെ ഒരു ശീലമാണെന്ന് നിനക്കറിയാലോ. അതിനെന്താ, ചേച്ചി നല്ല നല്ല വേഷങ്ങൾ ധരിച്ചു നടക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതിലൊരു അന്തസ്സുണ്ടല്ലോ. ഞാനേ നേരെ ഹാളിലേക്ക് പോകാതെ ഇങ്ങോട്ട് വന്നതേ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. എന്തേ? അത് ഞാനൊരു ആഗ്രഹം പറഞ്ഞാ നീ അത് സാധിച്ചു തരൂ? അതെന്ത് ചോദ്യം ചേച്ചി? ചേച്ചി ആവശ്യപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ സാധിച്ചു തരാതിരുന്നിട്ടുണ്ടോ? എന്നെ കൊണ്ട് കഴിയുന്ന എന്ത് കാര്യവും ചേച്ചി പറഞ്ഞാൽ ഞാൻ സാധിച്ചു തരും. അതെനിക്കറിയാം പ്രതാപ. നിന്റെ കണ്ണൊന്ന് കലങ്ങിയ ഞാനും അപ്പൊ കരഞ്ഞു പോവും. എനിക്കത് സഹിക്കാനാവില്ല. ചേച്ചിയുടെ ആഗ്രഹം എന്താന്ന് പറയും. നമ്മുടെ ഭാഗ്യം കൊണ്ടേ നമ്മൾ ഈ ഫംഗ്ഷന് അധികം പേരൊന്നും വിളിച്ചിട്ടില്ല. വിളിച്ചവരിലെ മുഖ്യമന്ത്രി മാത്രമാ വലിയ ഗസ്റ്റ്. ദയവായി അവരുടെയൊക്കെ മുന്നിൽ വെച്ച് നീ പത്മാവതി വിഷയം എടുത്തിടരുത്. എടാ, നാണക്കേട് നമുക്ക് തന്നെയാ. അവളും ഈ ചടങ്ങിനുണ്ടാവുമല്ലോ. അവളെക്കുറിച്ച് നീ എന്തെങ്കിലും പറഞ്ഞ അത് മലർന്നു കിടന്ന് തുപ്പുന്ന പോലെ ആയിരിക്കും. എന്റെ ചേച്ചി, ഈ പത്മാവതി പത്മാവതി എന്ന പേര് കേട്ട് എന്റെ തല ചെകിടടിച്ച് നിൽക്കുക.
അവളെ ഇതിനകത്ത് എങ്ങനെ വെച്ച് കണ്ട ആലുവ മണപ്പുറത്ത് ശിവരാത്രിക്ക് കണ്ട ഭാവം പോലും ഞാൻ കാണിക്കില്ല. അത്രയ്ക്ക് ഉറപ്പും വെറുപ്പും എനിക്ക് അവളെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവളൊരു നികൃഷ്ടയാ. ഞാൻ ആത്മസ്നേഹിതനായി എന്റെ കൂടെ കൂട്ടിയ ഒരുത്തനായിട്ട് എങ്ങനെ മനുഷ്യനിങ്ങനെ ചതിക്കാനും വഞ്ചിക്കാനും പറ്റുന്നേ? സത്യത്തിൽ സ്ത്രീ വർഗത്തിൽ ഞാൻ വല്ലാതെ വെറുത്തുപോയി. പിന്നെ ആലോചിച്ചപ്പോഴാ മനസ്സിലായത്, ഒരു സ്ത്രീ ഒരു പുരുഷനെ ചതിച്ചു വെച്ച് ലോകത്തുള്ള എല്ലാ സ്ത്രീകളും അങ്ങനെയല്ലല്ലോ. അതൊക്കെ പോട്ടെ പ്രതാപ, നീ അതൊക്കെ ഒന്ന് മറക്കാൻ ശ്രമിക്കേ. ചേച്ചി ഒരു ഒറ്റ ആളുടെ പിടിവാശിയുണ്ടാ, അല്ലെങ്കിൽ അവൾ താമസിക്കുന്ന ഈ വീട്ടിൽ ഞാൻ താമസിക്കില്ല. നേറിയിട്ടവൾ. നിന്റെ പിരി ഞാനിന്ന് ഇളക്കും പ്രതാപ. എന്നിട്ട് എല്ലാം കൂടി നിന്റെ മകളുടെ തലയിൽ കെട്ടിയും വയ്ക്കും. അവളെ ഞാനിന്ന് നാണം കെടുത്തി ഓടിക്കും. ദീപു, 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 ഇതെന്താ കിളി പോയോ? അതെ, സത്യത്തിൽ ഞാൻ കിളി പോയതുപോലെ നിന്നതാ. ഞാൻ വിചാരിച്ചതേ നമ്മുടെ മുറിയിൽ ചന്ദ്രൻ ഉദിച്ച് നിൽക്കുവാണെന്നാ. ഓ, ഈ മുറിക്കകത്ത് എന്തൊരു നിലാവട്ടം. തള്ളല്ലേ തള്ളല്ലേ, കൂടുതൽ മുഖസ്തുതി വേണ്ട. ഓ, ഞാൻ ഈ വ്രതത്തിന്റെയും ജാതകദോഷത്തിന്റെയും കാര്യം വിട്ടുപോയി. ദീപു അത് മറന്നു പോയാലും എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. അതെന്താ? എന്റെ ഹസ്സിന് ദുർമരണം സംഭവിക്കുന്ന കാര്യല്ലേ? ഓ, ഈ ദുർമരണം കേൾക്കുമ്പോഴേ എനിക്ക് ഭ്രാന്താ. ദീപു, ദുർമരണം സംഭവിച്ച ആ ആത്മാവ് രാത്രികാലങ്ങളിൽ അറുകൊലയായിട്ട് അലറി നടക്കുന്ന. ദൈവമേ, ഞാൻ അറുകൊല ആയല്ലേ ആദ്യം ചോര കുടിക്കുന്നത് ആ രാജുവിന്റെ ഋതികയുടെ ആയിരിക്കും. ശരിയാ, ഈ അറുകൊലകൾ പ്രതികാരദാഹികളാ. ഷിക്കാഗോയിലെ ബെർണാഡോ സായിപ്പ് അങ്ങനെയാ. സംസാരത്തിന്റെ ഇടയ്ക്ക് ഈ സായിപ്പന്മാർ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നല്ലോ. ആരാ ഇവരൊക്കെ? അല്ല, എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. അവരൊക്കെ ഞങ്ങളുടെ നെയ്ബേഴ്സ് ആയിരുന്നു ദീപു.